എല്ലാവർക്കും കെമിസ്ട്രി ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് +1 കെമിസ്ട്രിയിലെ 6th ചാപ്റ്റർ ആയിട്ടുള്ള തെർമോഡൈനാമിക്സ് ആണ്. വാട്ട് യു മീൻ ബൈ തെർമോഡൈനാമിക്സ്? എന്താണ് തെർമോഡൈനാമിക്സ്? തെർമോഡൈനാമിക്സ് എന്ന ടേം രണ്ട് വേർഡ്സ് കൂടി ചേർന്നാണ് തെർമോഡൈനാമിക്സ് എന്ന ടേം ഉണ്ടായത്. ഫസ്റ്റ് തെർമോ പ്ലസ് ഡൈനാമിക്സ്. തെർമോ എന്ന് പറഞ്ഞാൽ ഹീറ്റാണ്, ഡൈനാമിക്സ് എന്ന് പറഞ്ഞാൽ മോഷനാണ്. സോ തെർമോഡൈനാമിക്സ് ഇസ് എ ബ്രാഞ്ച് ഓഫ് സയൻസ് that deals with the relationship between heat and work. ഹീറ്റും വർക്കും തമ്മിലുള്ള റിലേഷനെ പറ്റി ഡിസ്ക്രൈബ് ചെയ്യുന്ന അല്ലെങ്കിൽ അത് ഡീൽ ചെയ്യുന്ന സയൻസിൻ്റെ ഒരു ബ്രാഞ്ചിനാണെന്ന് പറയാം തെർമോഡൈനാമിക്സ് എന്ന് പറയാം. ഇനി കെമിസ്ട്രിയിൽ നമുക്ക് ഫിസിക്സിൽ നിങ്ങൾ തെർമോഡൈനാമിക്സ് പഠിക്കുന്നുണ്ട്, കെമിസ്ട്രിയിലുണ്ട്. അപ്പോൾ ഫിസിക്സിൽ പഠിക്കുന്ന തെർമോഡൈനാമിക്സ് അല്ല കെമിസ്ട്രിയിലത്. അപ്പോൾ കെമിസ്ട്രിയിലെ തെർമോഡൈനാമിക്സ് നമ്മൾ കെമിക്കൽ തെർമോഡൈനാമിക്സ് എന്നാണ് പറയുക. Chemical thermodynamics is a branch of chemistry that deals with the heat change associated with the chemical reaction. കെമിക്കൽ റിയാക്ഷനായിട്ട് അസോസിയേറ്റ് ചെയ്ത് സംഭവിക്കുന്ന, അനുബന്ധിച്ച് സംഭവിക്കുന്ന ഹീറ്റിൻ്റെ ചേഞ്ച് അതിനെപ്പറ്റി പഠിക്കുന്ന ബ്രാഞ്ചാണെന്ത് കെമിക്കൽ തെർമോഡൈനാമിക്സ്. അപ്പോൾ ജനറലി തെർമോഡൈനാമിക്സ് നമ്മൾ പറഞ്ഞു ഹീറ്റും വർക്കും തമ്മിലുള്ള റിലേഷനാണ്. കെമിക്കൽ തെർമോഡൈനാമിക്സ് എന്ന് പറഞ്ഞാൽ കെമിസ്ട്രിയുടെ ഒരു ബ്രാഞ്ചാണ്. അത് കെമിക്കൽ റിയാക്ഷനത്തിൽ രാസപ്രവർത്തനത്തിൽ സംഭവിക്കുന്ന ഹീറ്റ് ചേഞ്ച് അതിനെ പറ്റി പഠിക്കുന്ന ശാഖയാണെന്ത് കെമിക്കൽ തെർമോഡൈനാമിക്സ്. ഇപ്പോൾ ഡെഫിനിഷൻ ഓഫ് തെർമോഡൈനാമിക്സ് ക്ലിയർ ആണല്ലോ. ഓക്കെ, നെക്സ്റ്റ് സം ഡെഫിനിഷൻസ്. തെർമോഡൈനാമിക്സ് കുറേ ഡെഫിനിഷൻസ് പഠിക്കാനുണ്ട്, അല്ലെങ്കിൽ കുറേ ടേംസിനെ ഡിഫൈൻ ചെയ്യാനുണ്ട്. ഫസ്റ്റ് വൺ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഫസ്റ്റ് വൺ സിസ്റ്റം ആൻഡ് സറൗണ്ടിങ്സ്. സിസ്റ്റവും സറൗണ്ടിങ്സും. സിസ്റ്റം ഈസ് എ പാർട്ട് ഓഫ് ദി യൂണിവേഴ്സ് വിച്ച് ഈസ് അണ്ടർ അവർ ഒബ്സർവേഷൻ ഓർ ഇൻവെസ്റ്റിഗേഷൻ. ദ പാർട്ട് ഓഫ് ദി യൂണിവേഴ്സ് എക്സെപ്റ്റ് ദ സിസ്റ്റം ഈസ് കോൾഡ് സറൗണ്ടിങ്സ്. നമ്മൾ എന്തിനെ പറ്റിയാണോ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഒബ്സർവ് ചെയ്യുന്നത്, നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്, അതാണ് യൂണിവേഴ്സിൻ്റെ പാർട്ടായിട്ടുള്ള അതിന് നമ്മൾ പറയുന്ന പേരാണ് സിസ്റ്റം എന്നുള്ളത്. എന്നാൽ സിസ്റ്റം ഒഴിച്ചുള്ള ബാക്കി എല്ലാ ഭാഗത്തിനും നമ്മൾ പറയുന്ന പേരാണെന്ത് സറൗണ്ടിങ്സ്. സിസ്റ്റവും സറൗണ്ടിങ്സും കൂടിച്ചേർന്നാൽ നമുക്ക് എന്ത് കിട്ടുക? യൂണിവേഴ്സ് കിട്ടുക. അപ്പോൾ നിങ്ങൾക്ക് ഇമേജ് മനസ്സിലാവും. സിസ്റ്റവും സറൗണ്ടിങ്സും കൂടിച്ചേർന്നാൽ ഒരു യൂണിവേഴ്സ് കിട്ടുക. സിസ്റ്റം പ്ലസ് സറൗണ്ടിങ്സ് ആണ് യൂണിവേഴ്സ്. സിസ്റ്റം നമ്മൾ ഒബ്സർവ് ചെയ്യുന്ന കെമിക്കൽ റിയാക്ഷനോ അല്ലെങ്കിൽ എന്തോ ആണ് നമ്മൾ ഒബ്സർവ് ചെയ്യുന്ന എന്താണോ അതാണ് സിസ്റ്റം. അതൊഴിച്ച് ബാക്കിയുള്ള ആളുകളൊക്കെ എന്താണ്? സറൗണ്ടിങ്സ് ആണ്. സിസ്റ്റവും സറൗണ്ടിങ്സും കൂടി ചേർന്ന് നമുക്ക് എന്ത് കിട്ടും? യൂണിവേഴ്സ് കിട്ടും. ഓക്കെ, നെക്സ്റ്റ് ടേമാണ് ടൈപ്സ് ഓഫ് സിസ്റ്റം. നമുക്ക് സിസ്റ്റത്തെ മെയിൻലി മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഫസ്റ്റ് വൺ ഓപ്പൺ സിസ്റ്റം, സെക്കൻഡ് വൺ ക്ലോസ്ഡ് സിസ്റ്റം, തേർഡ് വൺ ഐസൊലേറ്റഡ് സിസ്റ്റം. നിങ്ങൾക്ക് പിക്ചറിൽ കാണാൻ പറ്റും. ഓപ്പൺ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ദ സിസ്റ്റം ദാറ്റ് ക്യാൻ എക്സ്ചേഞ്ച് ബോത്ത് എനർജി ആൻഡ് മാറ്റർ വിത്ത് സറൗണ്ടിങ്സ്. എനർജിയും മാറ്ററും സറൗണ്ടിങ്സുമായിട്ട് എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റിയ സിസ്റ്റം, അതിന് നമ്മൾ ഓപ്പൺ സിസ്റ്റം എന്ന് പറയാം. ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഹോട്ട് വാട്ടർ ടേക്കൺ ഇൻ ഓപ്പൺ വെസൽ. നമ്മൾ തുറന്ന ഒരു വെസലിൽ പാത്രത്തിൽ ഹോട്ട് വാട്ടർ വെക്കുകയാണ്. അപ്പോൾ അതിൽ എന്ത് ചെയ്യുന്നുണ്ട്? വാട്ടറിൻ്റെ പാർട്ടും പുറത്തേക്ക് പോകും, ഹീറ്റും പുറത്തേക്ക് പോകും. സെക്കൻഡ് വൺ ക്ലോസ്ഡ് സിസ്റ്റം. It is a system that can exchange only energy, not matter with the surroundings. സിസ്റ്റത്തിൽ എന്ത് ചെയ്യുക? സിസ്റ്റം എനർജി എക്സ്ചേഞ്ച് ചെയ്യും, പക്ഷേ മാറ്റർ എക്സ്ചേഞ്ച് ചെയ്യില്ല. അങ്ങനത്തെ സിസ്റ്റത്തിന് പറഞ്ഞ പേരാണ് ക്ലോസ്ഡ് സിസ്റ്റം. ഇപ്പോൾ എക്സാമ്പിൾ ഹോട്ട് വാട്ടർ ടേക്കൺ ഇൻ ആൻഡ് ക്ലോസ്ഡ് വെസൽ. നമ്മളൊരു ഹോട്ട് വാട്ടർ ഒരു മൂടി വെച്ച പാത്രത്തിൽ ക്ലോസ്ഡ് വെസലിൽ എടുക്കുകയാണ്. അപ്പോൾ എന്ത് ചെയ്യില്ല? വാട്ടർ പാർട്ട് പുറത്തേക്ക് പോകില്ല, മാറ്റർ പുറത്തേക്ക് പോകില്ല, എനർജി മാത്രമേ പുറത്തേക്ക് പോകുള്ളൂ. ഈ തേർഡ് ക്ലാസിഫിക്കേഷൻ ഐസൊലേറ്റഡ് സിസ്റ്റം. It is a system that cannot exchange both energy and matter with the surroundings. സറൗണ്ടിങ്സുമായിട്ട് എനർജിയും മാറ്ററും രണ്ടും എക്സ്ചേഞ്ച് ചെയ്യാത്ത സിസ്റ്റം അത് നമ്മൾ എന്താ പറയുക? ഐസൊലേറ്റഡ് സിസ്റ്റം. ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഹോട്ട് വാട്ടർ ടേക്കൺ ഇൻ തെർമോ ഫ്ലാസ്ക്. നമ്മളൊരു തെർമോ ഫ്ലാസ്കിൽ ഹോട്ട് വാട്ടർ എടുക്കുകയാണ്. അപ്പോൾ നമുക്കതിന് ഹീറ്റും നഷ്ടപ്പെടില്ല, വാട്ടർ പാർട്ടും നഷ്ടപ്പെടില്ല. അപ്പോൾ അതാണെന്ത്? ഐസൊലേറ്റഡ് സിസ്റ്റം. 3 സിസ്റ്റം ഉള്ളത്: ഓപ്പൺ സിസ്റ്റം, ക്ലോസ്ഡ് സിസ്റ്റം ആൻഡ് ഐസൊലേറ്റഡ് സിസ്റ്റം. Clear. Next term ആണ് extensive and intensive properties. First one, extensive properties. These are the properties which depends upon the amount of matter present in the system. സിസ്റ്റത്തിലുള്ള എത്ര മാറ്റർ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്, ആ മാറ്ററിന് സിസ്റ്റത്തിലെ മാറ്ററിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന പ്രോപ്പർട്ടി നമ്മൾ എന്താ പറയുക? എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി എന്ന് പറയാം. ഇപ്പോൾ എക്സാമ്പിൾ വോളിയം, ലെങ്ത്ത്, ബ്രെഡ്ത്ത്, ഹൈറ്റ്, ഇൻറ്റേർണൽ എനർജി, എൻതാൾപ്പി, എൻട്രോപ്പി, ഗിബ്സ് എനർജി, ഹീറ്റ് കപ്പാസിറ്റി, ഇതൊക്കെ എന്താണ്? എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടിയാണ്. എന്ന് പറഞ്ഞാൽ മാറ്ററിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന പ്രോപ്പർട്ടിയാണ്. നെക്സ്റ്റ് വൺ, ഇൻറ്റൻസീവ് പ്രോപ്പർട്ടി. ദീസ് ആർ ദ പ്രോപ്പർട്ടി വിച്ച് ആർ ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദി എമൗണ്ട് ഓഫ് ദി മാറ്റർ പ്രസൻറ്റ് ഇൻ ദ സിസ്റ്റം. ഇൻറ്റൻസീവ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ മാറ്ററിനെ ഡിപ്പെൻഡ് ചെയ്യാത്ത ഇൻഡിപെൻഡൻ്റ് പ്രോപ്പർട്ടി നമ്മൾ ഇൻറ്റൻസീവ് പ്രോപ്പർട്ടി എന്ന് പറയാം.
ഇപ്പോൾ ടെമ്പറേച്ചർ, പ്രഷർ, വോളിയം, ഡെൻസിറ്റി, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, മോളാർ ഹീറ്റ് കപ്പാസിറ്റി, വിസ്കോസിറ്റി, സർഫസ് ടെൻഷൻ, ഇതൊക്കെ എന്തിന് എക്സാമ്പിളാണ്? ഇൻറ്റൻസീവ് പ്രോപ്പർട്ടിക്ക് എക്സാമ്പിളാണ്. ക്ലിയർ? ഓക്കെ, നെക്സ്റ്റ് ടേം ആണ് സ്റ്റേറ്റ് ഫംഗ്ഷൻ ആൻഡ് പാത്ത് ഫംഗ്ഷൻ. A function or a property that depends only on the initial and final state of a system and not on the path followed is called a state function. ഒരു ഫംഗ്ഷൻ അല്ലെങ്കിൽ പ്രോപ്പർട്ടി അതെന്ത് ചെയ്യുക? ഇനീഷ്യൽ സ്റ്റേറ്റിനെയും ഫൈനൽ സ്റ്റേറ്റിനെയും, സിസ്റ്റത്തിന് ഇനീഷ്യൽ സ്റ്റേറ്റിനെയും ഫൈനൽ സ്റ്റേറ്റിനെയും മാത്രം ഡിപ്പെൻഡ് ചെയ്യുക. ഏത് പാത്തിലൂടെ വന്നതെന്നുള്ളത് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അപ്പോൾ അത്തരം പ്രോപ്പർട്ടീസിന് പറഞ്ഞ പേരാണെന്ത്? സ്റ്റേറ്റ് ഫംഗ്ഷൻ. ഇപ്പോൾ ടെമ്പറേച്ചർ, പ്രഷർ, വോളിയം, ഇൻറ്റേർണൽ എനർജി, എൻതാൾപ്പി, എൻട്രോപ്പി, ഗിബ്സൺ എനർജി, ഇതൊക്കെ എന്തിന് എക്സാമ്പിളാണ്? സ്റ്റേറ്റ് ഫംഗ്ഷൻ. ദെൻ പാത്ത് ഫംഗ്ഷൻ. ദിസ് ആർ ദ പ്രോപ്പർട്ടി വിച്ച് ഡിപ്പെൻഡ് അപ്പോൺ ദ പാത്ത് ഫോളോഡ് ഓൾസോ. പാത്ത് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ദ പ്രോപ്പർട്ടി അല്ലെങ്കിൽ പ്രോപ്പർട്ടി എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുക? പാത്തിനെ കൂടെ ഫോളോ ചെയ്യുക. അത്തരം പ്രോപ്പർട്ടീസിനല്ലേ ഫംഗ്ഷനെ പറയുന്ന പേരാണെന്ത്? പാത്ത് ഫംഗ്ഷൻ. ഇപ്പോൾ ഹീറ്റ്, വർക്കൊക്കെ എന്തിന് എക്സാമ്പിളാണ്? പാത്ത് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റിനെ മാത്രമല്ല പാത്തിനെ കൂടെ ഡിപ്പെൻഡ് ചെയ്യും. ഏത് പാത്താണോ ഫോളോ ചെയ്ത് അതിനെ കൂടെ ഡിപ്പെൻഡ് ചെയ്യും. അതാണ് പാത്ത് ഫംഗ്ഷൻ. ഡിഫറൻസ് ബിറ്റ്വീൻ പാത്ത് ഫംഗ്ഷൻ ആൻഡ് സ്റ്റേറ്റ് ഫംഗ്ഷൻ. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക് thermodynamic process. A process is the method by which a state change occurs in a system. The different types of thermodynamic process are. ഒരു പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഒരു സിസ്റ്റത്തിലുള്ള സ്റ്റേറ്റ് ചേഞ്ചിനെ പറയുന്ന പേരാണ് പ്രോസസ്സ് എന്നുള്ളത്. നോർമലി നമുക്ക് 4 ടൈപ്പ് തെർമോഡൈനാമിക് പ്രോസസ്സാണുള്ളത്. ഫസ്റ്റ് വൺ ഐസോതെർമൽ പ്രോസസ്സ്. ഐസോ മീൻസ് നിങ്ങൾക്കറിയാം സെയിം ആണ്. തെർമൽ എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചറായിട്ട് ബന്ധപ്പെട്ടായിരിക്കും. ഇറ്റ് ഈസ് ദ പ്രോസസ് ദാറ്റ് ഒക്കേഴ്സ് അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ. കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചറിൽ ഒക്കർ ചെയ്യുന്ന പ്രോസസ്സിന് പറഞ്ഞ പേരാണെന്ത്? ഐസോതെർമൽ പ്രോസസ്സ്. നെക്സ്റ്റ് പ്രോസസ് ഐസോബാറിക് പ്രോസസ്സ്. It is the process that occurs at constant pressure. കോൺസ്റ്റൻറ്റ് പ്രഷർ കോൺസ്റ്റൻ്റ് ആയിരിക്കും. അതിൽ ഒക്കർ ചെയ്യുന്ന പ്രോസസ് നമ്മൾ എന്താ പറയുക? ഐസോബാറിക്, BARIC, ബാറിക്. ഈ ഒരു പ്രോസസ്സിൽ ഡെൽറ്റ പി എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ പ്രഷർ എന്തായിരിക്കും? 0 ആയിരിക്കും. ദെൻ തേർഡ് പ്രോസസ് ഐസോകോറിക് CHORIC. ഇറ്റ് ഈസ് ദ പ്രോസസ് ദാറ്റ് ഒക്കേഴ്സ് അറ്റ് കോൺസ്റ്റൻറ്റ് വോളിയം ഇവിടെ കോൺസ്റ്റൻ്റ് ആയിരിക്കും. കോൺസ്റ്റൻറ്റ് വോളിയത്തിൽ ഒക്കർ ചെയ്യുന്ന പ്രോസസ് നമ്മൾ എന്താ പറയുക? ഐസോകോറിക് എന്ന് പറഞ്ഞാൽ ആ പ്രോസസ്സിൽ ഡെൽറ്റ വി എന്തായിരിക്കും? ചേഞ്ച് ഇൻ വോളിയം 0 ആയിരിക്കും. ദ ലാസ്റ്റ് വൺ അഡയാബാറ്റിക് പ്രോസസ്. ഇറ്റ് ഈസ് എ പ്രോസസ് ദാറ്റ് ഒക്കേഴ്സ് അറ്റ് കോൺസ്റ്റൻറ്റ് ഹീറ്റ് എനർജി. ഹിയർ നോ ഹീറ്റ് എനർജി എൻ്റർ ഓർ ലീവ് ഫ്രം ദ സിസ്റ്റം. ഇവിടെ കോൺസ്റ്റൻറ്റ് ഹീറ്റ് എനർജിയിൽ നടക്കുന്ന പ്രോസസ് നമ്മൾ അഡയാബാറ്റിക് പ്രോസസ്സ് എന്ന് പറയാം. എന്ന് പറഞ്ഞാൽ സിസ്റ്റത്തിൽ നിന്ന് ഹീറ്റ് എനർജി പുറത്തേക്കോ സിസ്റ്റത്തിനുള്ളിലേക്കോ ഹീറ്റ് എനർജി എന്ത് ചെയ്യാൻ പാടില്ല? എക്സ്ചേഞ്ച് ചെയ്യാൻ പാടില്ല. ഈ ഒരു പ്രോസസ്സിൽ ഡെൽറ്റ ക്യൂ എന്ന് പറഞ്ഞാൽ നമ്മൾ തെർമോഡൈനാമിക്സിൽ ഹീറ്റിന് ഉപയോഗിക്കുന്നതാണ് ക്യൂ. അപ്പോൾ ഡെൽറ്റ ക്യൂ എന്തായിരിക്കും? 0 ആയിരിക്കും. പക്ഷേ ഇവിടെ എന്ത് 0 ആയിരിക്കില്ല? ഡെൽറ്റ ടി ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ 0 ആയിരിക്കില്ല. ചേഞ്ച് ഇൻ ഹീറ്റ് മാത്രമേ 0 ആയിരിക്കുള്ളൂ. നെക്സ്റ്റ് ടേം ഇൻറ്റേർണൽ എനർജി. വളരെ പ്രധാനപ്പെട്ട ടേമാണ് ഇൻറ്റേർണൽ എനർജി. Every body is associated with a definite amount of energy. This energy is called internal energy or intrinsic energy. It is the energy possessed by a body. It is the sum of a different types of molecular energies like translational energy, kinetic energy, rotational energy, vibrational energy, electronic energy, nuclear energy, etc. ഇൻറ്റേർണൽ എനർജി എന്ന് പറഞ്ഞാൽ ഒരു സിസ്റ്റത്തിലുള്ള എല്ലാ ടൈപ്പ് ഓഫ് എനർജിയുടെയും ടോട്ടൽ സമ്മിന് പറയുന്ന പേരാണെന്ത്? ഇൻറ്റേർണൽ എനർജി. എല്ലാ ടൈപ്പ് എനർജിയുടെയും നമുക്ക് ആ സിസ്റ്റത്തിനുള്ള എല്ലാ ടൈപ്പ് എനർജിയും കൂട്ടിയാൽ നമുക്ക് കിട്ടുന്ന ടേമാണെന്ത്? ഇൻറ്റേർണൽ എനർജി. ആ സിസ്റ്റത്തിൽ ഉള്ളിൽ ഇൻറ്റേർണലായിട്ട് എക്സിസ്റ്റ് ചെയ്യുന്ന എല്ലാ ടൈപ്പ് എനർജിയും. ഈ ഇൻറ്റേർണൽ എനർജി ഓഫ് എ ബോഡി ഈസ് എൻ എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി ആൻഡ് എ സ്റ്റേറ്റ് ഫംഗ്ഷൻ. ഇൻറ്റേർണൽ എനർജി എന്ന് പറഞ്ഞാൽ ഒരു എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടിയാണ്, അതുപോലെ തന്നെ സ്റ്റേറ്റ് ഫംഗ്ഷനുമാണ്, പാത്ത് ഫംഗ്ഷൻ അല്ല. അപ്പോൾ നമുക്ക് എന്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല? എക്സാക്റ്റ് വാല്യൂ ഇൻറ്റേർണൽ എനർജിയുടെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ നമുക്ക് എന്ത് കാൽക്കുലേറ്റ് ചെയ്യാം? ചേഞ്ച് കാൽക്കുലേറ്റ് ചെയ്യാം. എന്ന് പറഞ്ഞാൽ ഡെൽറ്റ യു കാൽക്കുലേറ്റ് ചെയ്യാം, ഇനീഷ്യൽ സ്റ്റേറ്റിലെയും ഫൈനൽ സ്റ്റേറ്റിലെയും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഡെൽറ്റ യു ഈക്വൽ ടു U2 - U1 എന്ന് പറഞ്ഞാൽ U2 സെക്കൻഡ് സ്റ്റേറ്റിൽ നിന്ന് ഫസ്റ്റ് സ്റ്റേറ്റിലേക്ക് അത് കുറച്ച് നമുക്ക് ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ എനർജി കിട്ടും.
അതുപോലെ തന്നെ ദ ഇൻറ്റേർണൽ എനർജി ഓഫ് എ സിസ്റ്റം ക്യാൻ ചേഞ്ച് ഇൻ മെയിൻലി ബൈ 2 ways. രണ്ട് തരത്തിലാണ് ഒരു സിസ്റ്റത്തിൽ ഇൻറ്റേർണൽ എനർജി ചേഞ്ച് ചെയ്യുക. ഫസ്റ്റ് വൺ ബൈ ദ ട്രാൻസ്ഫർ ഓഫ്, സെക്കൻഡ് വൺ ബൈ ഡൂയിങ് എ വർക്ക്. ഒന്ന് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുക അല്ലെങ്കിൽ ഒരു വർക്ക് ചെയ്യുക. ഈ രണ്ട് തരത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, ഒരു സിസ്റ്റത്തിലെ ഇൻറ്റേർണൽ എനർജി ചേഞ്ച് ആവുക. ദെൻ നെക്സ്റ്റ് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. തെർമോഡൈനാമിക്സിലെ 3 ലോയിൽ ഫസ്റ്റ് ലോ ആണ് പറയാൻ പോകുന്നത്. ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. It is the same as the law of conservation of energy. It states that the energy can neither be created nor be destroyed, or the total energy in the universe is always constant, or the total energy of an isolated system is always constant. നമുക്ക് തെർമോഡൈനാമിക്സിലെ ലോസിന് പലതരം സ്റ്റേറ്റ്മെൻറ്റ് പറയാം. ഈ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് എന്ന് പറഞ്ഞാൽ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി, ഊർജ്ജ സംരക്ഷണ നിയമം. ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറയാം. എനർജി നിർമ്മിക്കാനോ നശിപ്പിക്കാനോ കഴിയില്ല. എനർജി ക്യാൻ നൈദർ ബി ക്രിയേറ്റഡ് നോട്ട് ബി ഡിസ്ട്രോയിഡ്. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം, ടോട്ടൽ എനർജി ഇൻ ദ യൂണിവേഴ്സ് ഈസ് ഓൾവേസ് എ കോൺസ്റ്റൻറ്റ്. ഒരു യൂണിവേഴ്സിലെ ടോട്ടൽ എനർജി എന്തായിരിക്കും, ഒരു കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഇനി തേർഡ് പോസ്റ്റുലേറ്റ്, നമുക്ക് മൂന്നാമത് വേറെ തരത്തിൽ പറയാം. ദ ടോട്ടൽ എനർജി ഓഫ് എൻ ഐസൊലേറ്റഡ് സിസ്റ്റം ഈസ് ഓൾവേസ് എ കോൺസ്റ്റൻറ്റ്. ഒരു ഐസൊലേറ്റഡ് സിസ്റ്റം, എന്താ ഐസൊലേറ്റഡ് സിസ്റ്റം എന്നൊക്കെ പറഞ്ഞാണ് തുടക്കത്തിൽ. ദ ടോട്ടൽ എനർജി ഓഫ് എൻ ഐസൊലേറ്റഡ് സിസ്റ്റം ഈസ് ഓൾവേസ് എ കോൺസ്റ്റൻറ്റ്. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് നിങ്ങൾക്ക് പിക്ചർ കാണാൻ പറ്റുക. ദ ടോട്ടൽ എനർജി ഓഫ് എൻ ഐസൊലേറ്റഡ് സിസ്റ്റം ഈസ് ഓൾവേസ് എ കോൺസ്റ്റൻറ്റ്. ദെൻ മാത്തമെറ്റിക്കൽ ഫോം ഓഫ് ഫസ്റ്റ് ലോ, ഡെൽറ്റ യു ഈക്വൽ ടു ക്യൂ പ്ലസ് ഡബ്ല്യു. ഡെൽറ്റ യു എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ എനർജി. യു നമ്മൾ ഇൻറ്റേർണൽ എനർജീൻ്റെ കാര്യത്തിൽ പറഞ്ഞിരുന്നു. ക്യൂ എന്ന് പറഞ്ഞാൽ ഹീറ്റാണ്. ക്യൂ പ്ലസ് ഡബ്ല്യു. ഡബ്ല്യു എന്ന് പറഞ്ഞാൽ വർക്കാണ്. വർക്ക് ഡൺ ഓൺ ദ സിസ്റ്റം ആണ്. അപ്പോൾ ഡെൽറ്റ യു ഈക്വൽ ടു ക്യൂ പ്ലസ് ഡബ്ല്യു. ഇവിടെ ക്യൂ പ്ലസ് ഡബ്ല്യു വരാനുള്ള കാരണം നമ്മൾ സിസ്റ്റത്തിൻ്റെ മുകളിൽ ചെയ്യുന്ന വർക്കായതുകൊണ്ടാണ്. സിസ്റ്റം ചെയ്യുന്ന വർക്കാകുമ്പോൾ നമ്മളത് നെഗറ്റീവായിട്ടും സിസ്റ്റത്തിൻ്റെ മുകളിൽ ചെയ്യുന്ന വർക്കാകുമ്പോൾ പോസിറ്റീവായിട്ടാണ് എടുക്കുക. ഓക്കെ, ഡെൽറ്റ യു ഈക്വൽ ടു ക്യൂ പ്ലസ് ഡബ്ല്യു. ഇതാണെന്ത് ഫസ്റ്റ് മാത്തമെറ്റിക്കൽ ഫോം ഓഫ് ഫസ്റ്റ് ലോ. നെക്സ്റ്റ് ടേം എൻതാൾപ്പി. എൻതാൾപ്പി ആണ് നെക്സ്റ്റ് ടേം. നമ്മൾ എച്ച് എന്നാണ്, ക്യാപിറ്റൽ എച്ച് വെച്ചാണ് എൻതാൾപ്പി റെപ്രസെൻറ്റ് ചെയ്യുക. It is the total heat content of a system. It is the sum of internal energy and pressure volume energy of a system. ഒരു സിസ്റ്റത്തിലെ ടോട്ടൽ ഹീറ്റ് കണ്ടൻറ്റ്, മൊത്തത്തിലെ ഹീറ്റ് കണ്ടൻറ്റിന് പറയുന്ന പേരാണ് എൻതാൾപ്പി. ഇത് നമ്മൾ ഇൻറ്റേർണൽ എനർജിയുടെയും പ്രഷർ വോളിയം എനർജി, പി വി എനർജി എന്ന് പറയും, പ്രഷർ വോളിയം എനർജി, ഇതിൻ്റെ രണ്ടിൻ്റെ കൂടെ സമ്മായിരിക്കും. സോ എച്ച് ഈക്വൽ ടു യു പ്ലസ് പി വി എന്നാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുക. യു പ്ലസ് പി വി. എച്ച് ഈക്വൽ ടു യു പ്ലസ് പി വി എന്ന് റെപ്രസെൻറ്റ് ചെയ്യുക. എച്ച് എന്ന് പറഞ്ഞാൽ എൻതാൾപ്പി, യു എന്ന് പറഞ്ഞാൽ ഇൻറ്റേർണൽ എനർജി, പി വി എന്ന് പറഞ്ഞാൽ പ്രഷർ വോളിയം എനർജി. നമുക്ക് ചേഞ്ച് ഇൻ എൻതാൾപ്പി കാണാൻ പറ്റും. ചേഞ്ച് ഇൻ എൻതാൾപ്പി ഡെൽറ്റ എച്ച് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ പി വി. ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ എനർജി പ്ലസ് ചേഞ്ച് ഇൻ പ്രഷർ വോളിയം എനർജി. റിലേഷൻ ബിറ്റ്വീൻ ഡെൽറ്റ എച്ച് ആൻഡ് ഡെൽറ്റ യു. ചേഞ്ച് ഇൻ എൻതാൾപ്പിയും ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ എനർജിയും തമ്മിലുള്ള റിലേഷൻ നമ്മൾ പറഞ്ഞ റിലേഷൻ തന്നെയാണ്. ഡെൽറ്റ എച്ച് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് പി ഡെൽറ്റ വി. പിന്നെ മറ്റൊരു രൂപത്തിൽ നമുക്ക് എഴുതാം. കാരണം പി വി ഈക്വൽ ടു എൻ ആർ ടി നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കത് പി വിയിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ എഴുതാം. ഡെൽറ്റ എച്ച് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ എൻ ആർ ടി. പി വി എന്നതിന് നമ്മൾ എന്ത് കൊടുത്താൽ മതി, എൻ ആർ ടി കൊടുത്താൽ മതി. ചേഞ്ച് ആയതുകൊണ്ട് ഡെൽറ്റ എൻ ആർ ടി.